നമസ്കാരം, സോമസാറാണ്. നമ്മളിന്ന് പ്ലസ് ടു കാരുടെ ക്രിസ്മസ് എക്സാമിന് വന്ന ഇന്റഗ്രേഷനിലെ വളരെ ഇമ്പോർട്ടന്റ് 2 ക്വസ്റ്റൻസുകളായിരുന്നു. പല കുട്ടികളും ഇതൊക്കെ ചിലപ്പോൾ ചെയ്ത് കാണാൻ സാധ്യത കുറവാണ്. പിന്നെ അറ്റൻഡ് ചെയ്തവരുണ്ട്, ചെയ്യാത്തവരെ ഉണ്ട്, പിന്നെ ചെയ്ത് കിട്ടിയവരും കാണും. എന്നാലും മോസ്റ്റ്ലി എല്ലാ കുട്ടികളും ഇത് ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടിയായിരുന്നു പല ക്വസ്റ്റൻസുകളും. പിന്നെ ഞാൻ പറഞ്ഞു, വീട്ടിൽ ചെന്ന് സമാധാനപരമായിട്ട് വായിച്ച് നോക്കിയപ്പോൾ പല ക്വസ്റ്റൻസുകളും കത്താഞ്ഞത്, മീൻസ് നമ്മുടെ എക്സാമിനേഷൻ ഹോളിൽ ഇരുന്ന് കത്താഞ്ഞതൊക്കെ കത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. നമുക്ക് എക്സാമിനേഷൻ ഹോളിൽ ഇരുന്ന് കത്തണമെങ്കിൽ അത്രയും നല്ല പ്രിപ്പയർഡ് ആവണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. അങ്ങനെയായിരിക്കണം പഠിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. മാക്സിമം നിങ്ങളിരുന്ന് ബുക്കിലോട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ ഉണ്ട്, ജോയിൻ ചെയ്യാൻ നമ്മുടെ റിവിഷൻ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റൻസുകളെല്ലാം തന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എക്സാമിന് വരുന്ന ക്വസ്റ്റൻസുകളെല്ലാം തന്ന് അതിന്റെ ആൻസറും തന്ന് നിങ്ങൾക്ക് എക്സാമിനേഷൻ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ കൂടെ പ്രിപ്പയർഡ് ആക്കുക. അതിനുവേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നുള്ള ക്ലാസ് ആണ്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. Evaluate integral x square into tan inverse x cube whole divided by 1 plus x raised to 6 dx. ഇത് ഏത് ടൈപ്പിലാണെന്നുള്ളത് ആദ്യം തിരിച്ചറിയുക. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാരും പറഞ്ഞു തരുന്നൊന്നുമില്ല ഇത് എങ്ങനെ മെത്തേഡ് ആണെന്നൊന്നും. അപ്പൊ ഇതിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള റീസൺ, ടാൻ ഇൻവേഴ്സ് ഉണ്ട്. ടാൻ ഇൻവേഴ്സിനുള്ളിൽ എക്സ് ക്യൂബ്, ടാൻ ഇൻവേഴ്സിനുള്ളിൽ എക്സ് അല്ലാതെ വേറെ ഒക്കെ വല്ലതും വന്നു കഴിഞ്ഞാൽ, മീൻസ് എക്സ് സ്ക്വയറോ എക്സ് ക്യൂബോ ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനെ പറ്റുള്ളൂ. ഇപ്പൊ ഇറേസ് എക്സ് വരുന്നു, ലോഗ് എക്സ് ഒക്കെ വന്ന സബ്സ്റ്റിറ്റ്യൂഷനെ പറ്റുള്ളൂ. ഇവിടെ കണ്ട് എക്സ് ക്യൂബ്, ഇവിടെ കണ്ട് എക്സ് 6, ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. അതിനുവേണ്ടി ഞാനൊന്ന് എളുപ്പമൊന്ന് കാണിക്കാം. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആരായിരുന്നു നോക്കിക്കേ. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇവിടെ എക്സ് വന്നപ്പോൾ ഇവിടെ എന്താണ് വന്നേക്കുന്നത്? എക്സ് സ്ക്വയർ ആണ് വന്നേക്കുന്നത്. ആ ലോജിക്കാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ എക്സ് വന്നാൽ ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ പവറിന്റെ ഡബിൾ. ഇവിടെ കണ്ട 3 വന്നപ്പോൾ കറക്റ്റ് ഇവിടെ വന്നേക്കുന്നുണ്ട് 1 പ്ലസ് എക്സ് റൈസ് 6 ഡബിൾ. അതാണ് ഇതിന്റെ ലോജിക്ക്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ u ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് എന്ന് എടുക്കണം. വെറുതെ എക്സ് ക്യൂബ് എടുത്തിട്ട് കാര്യമില്ല. പിന്നെ കണ്ടോ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ഇവിടെ കിടപ്പുണ്ട്. 3x സ്ക്വയറിനുള്ളിൽ എക്സ് സ്ക്വയർ അവിടെ ഉണ്ട്, 3 വേണമെന്നില്ല. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബിനാണ് യു എടുക്കാൻ. ദാറ്റ് ഈസ് du ഈസ് ഈക്വൽ ടു 1/, അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് വന്നാൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ. ഇവിടെ ഇപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് ആണ്. ഓൾറെഡി ടാൻ ഇൻവേഴ്സിൽ കിടക്കുന്നത് എക്സ് ക്യൂബാ. അപ്പൊ ആൻസർ വരുമ്പോൾ 1/1 പ്ലസ് എക്സ് ക്യൂബിന്റെ സ്ക്വയർ. തീർന്നില്ല. ഇൻറ്റു പിന്നെ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ dx. ഇത്രയാണ് എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഞാൻ വൃത്തിയായിട്ട് എഴുതാം. ദാറ്റ് ഈസ് du ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ dx അങ്ങോട്ട് ന്യൂമറേറ്റർ എഴുതി, 3x സ്ക്വയർ dx മണ്ടേക്കോട്ട് എഴുതി, 1 പ്ലസ് എക്സ് റൈസ് എഴുതി 6. എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഈസ് എക്സ് റൈസ് 6. ഇനി നമ്മൾ ക്വസ്റ്റ്യനോട് കമ്പയർ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, 1 പ്ലസ് എക്സ് റൈസ് 6 ഉണ്ട്, dx ഉണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. എക്സ് സ്ക്വയർ ഉണ്ട്, 1 പ്ലസ് എക്സ് 6 ഉണ്ട്, dx ഉണ്ട്. അധികം കണ്ടോ അവനെ ഇവിടെ ഒരു 3 കിട്ടി, അവിടെ 3 ഇല്ല. അപ്പൊ ആദ്യം ഉള്ളതിനെ ഡിയുവിനടുത്ത് കൊണ്ടുവരുമ്പോൾ ക്രോസ് ചെയ്ത് താഴോട്ട് വന്ന് du/3 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ dx ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റൈസ് 6. ഇപ്പൊ കറക്റ്റ് ആയി. ആ വലത്തെ സൈഡിൽ കിടക്കുന്നത് ഇവിടെയുണ്ട് കേട്ടോ. എക്സ് സ്ക്വയർ dx 1 പ്ലസ് എക്സ് റൈസ് 6, എക്സ് സ്ക്വയർ dx 1 പ്ലസ് എക്സ് റൈസ് 6 കറക്റ്റ് ആയി. ഇനി ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഇത്രയും ഈ 1 2 3, ഈ 1 2 3 ആണല്ലോ, 1 2 3 ഈ ഇത്രയാണ് കേട്ടോ. ഇതിന് പകരം നമുക്ക് du/3 എന്ന് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 3 പേരെ കുറിച്ചുള്ള ശല്യം കഴിഞ്ഞു. അവർ 3 പേരുടായി. ഇനി നമുക്ക് എഴുതാനുള്ള ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ്. അതിനോട് ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബിനെ നമ്മൾ ആരെന്ന പേര് കൊടുത്തേക്കുന്നത് u. അപ്പൊ ഇത് u ഇൻറ്റു du/3, 1/3 കംസ് ഔട്ട്സൈഡ്, ഇന്റഗ്രൽ u du. u ഇൻ ഇന്റഗ്രൽ എന്താണ്? x ഇൻ ഇന്റഗ്രൽ എത്ര? x സ്ക്വയർ ബൈ 2. pu ഇന്റെ എത്ര? u സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് 1/6. 3 ഇൻറ്റു 2 കേട്ടോ, 6 u ഇന്റെ സ്ക്വയർ. u എത്ര? ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് ആണ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വേണം ഇതിനെയൊക്കെ ചെയ്യാൻ. ഇത്തിരി വളരെ അത്ര ഈസിയാന്ന് തോന്നുന്നില്ല, എന്നാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയല്ലോ. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ നമ്മുടെ മിസ്ലേനിയസിലൊക്കെ കിടപ്പുണ്ട്, പക്ഷേ അല്ലാതെ റെഗുലർ എക്സസൈസിലില്ല.
നിങ്ങൾ മിസ്ലേനിയസിലെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ പഠിക്കണം. ഇന്റഗ്രൽ 0 to a 1/4 plus x square dx equal to pi/6. Then find the value of a. അപ്പോൾ ഇവിടെ 0 to a 1/4 plus 4നെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ടു pi/6 എന്ന് എഴുതാം കേട്ടോ. അപ്പൊ ഈ 4 ഞാൻ 2 സ്ക്വയർ ആക്കി. അപ്പൊ 1/2 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇത് ഏത് റിസൾട്ട് ആണെന്ന് വെച്ചാൽ ഇന്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ dx കേട്ടോ, അല്ലെങ്കിൽ a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ആൻസർ 1/a tan ഇൻവേഴ്സ് x/a എന്നാണ് കേട്ടോ. ഇതിന്റെ റിസൾട്ട് ഇതാണ്, 1/a tan ഇൻവേഴ്സ് x/a. അപ്പൊ 1/a സ്ക്വയർ എന്നുള്ളത് ഈ a സ്ക്വയറിന്റെ സ്ഥാനത്ത് 2 സ്ക്വയർ, എക്സ് സ്ക്വയർ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ എയുടെ സ്ഥാനത്ത് 2 ആണല്ലോ. a സ്ക്വയർ 2 ആവുമ്പോൾ a എത്ര 2. അപ്പൊ ഇത് 1/a എന്ന് പറയുമ്പോൾ 1/2 ആണല്ലോ. 1/2 tan ഇൻവേഴ്സ് x/2 over the limit 0 to a equal to ആരെന്ന് എഴുതണം, pi/6. ഇനി എക്സ് കാണുന്നിടത്തെല്ലാം നമ്മൾ എ എന്ന് കൊടുക്കണം, നെക്സ്റ്റ് എക്സ് കാണുന്നിടത്തെല്ലാം pi/2 കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് കാണുന്നിടത്തെല്ലാം എ കൊടുക്കുമ്പോൾ എന്തായിരുന്നു ശ്രദ്ധിച്ചോ, that is 1/2 tan inverse a/2 മൈനസ് 1/2 tan inverse a/2 മൈനസ് അടുത്തത് 1/2 tan inverse 0/2 is equal to 3 pi/6. അവിടുന്ന് ഇയാളൊന്ന് 0, tan inverse 0/2 എന്ന് പറയുമ്പോൾ tan inverse 0, tan inverse 0 ഫുള്ള് 0 ആയി, പിന്നെ അത് എഴുതണ്ട. ബാക്കിയുള്ളത് 1/2 tan inverse a/2 അല്ലെങ്കിൽ tan inverse a/2. ബാക്കിയുള്ളത് 1/2 tan ഇൻവേഴ്സ് a/2 ഈക്വൽ ടു ആരെ കിട്ടി, pi/6. നമുക്ക് ഇവിടുന്ന് ഈ എ വേണ്ടത്. ഈ എ വേണമെങ്കിൽ ആദ്യം ഇവരെല്ലാം പോകണം കേട്ടോ, ഇവരുടെ കൂടെ ഉള്ളവരെല്ലാം പോകണം. ഈ എ മാത്രം ഇടച്ച സൈഡ് വരണം. ആദ്യം ഈ 2നെ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ tan ഇൻവേഴ്സ് a/2 ഈക്വൽ ടു 2 ഇങ്ങോട്ട് വന്ന് ഇവിടെ എത്തും കേട്ടോ. ദാറ്റ് ഈസ് 2 pi/6. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 വന്ന് ആൻസർ tan ഇൻവേഴ്സ് a/2 ഈക്വൽ ടു pi/3 എന്ന് കിട്ടി. ഓക്കെ, tan ഇൻവേഴ്സ് അങ്ങോട്ട് അപ്പുറത്ത് വരുമ്പോൾ a/2 ഈക്വൽ ടു a/2 ആണല്ലോ. tan ഇൻവേഴ്സ് a/2 a/2 ഈക്വൽ tan ഇൻവേഴ്സ് അപ്പുറത്ത് നിന്നിട്ട് tan pi/3 ആയിട്ട് മാറും. പിന്നെ ഇൻവേഴ്സ് കാണില്ല. tan pi/3 എല്ലാവർക്കും അറിയാം, tan 60. ആൻസർ ആരാ, √3. ഓക്കെ, a/2 ഈക്വൽ ടു √3. therefore a ഈക്വൽ ടു നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ഈക്വൽ ടു √3. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ പഠിച്ച് കഴിയുമ്പോഴേ അല്ലേ. ഇതിനു മുമ്പ് പക്ഷെ ഇങ്ങനെ ചെയ്യണമെന്ന് എല്ലാവരും ഇല്ല, കുറച്ച് പേരൊക്കെ ചെയ്ത് കാണും. ഓക്കെ, നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇപ്പോഴത്തെ എക്സാമിന് വന്നത്. ഇപ്പോൾ ഇവൻ ഓക്കെ ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതേപോലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കിട്ടും. വളരെ ഈസി ആയിട്ട് ഫുൾ മാർക്കിൽ എത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാനുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഗുഡ് ബൈ.